ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനാണെന്നെങ്കിലും കാണാൻ കുറച്ച് മുഞ്ചുള്ള നല്ലൊരു റെസിപ്പിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ച മണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എങ്ങനെയാണ് ഞാൻ പേസ്റ്റാക്കി വെക്കുന്നതെന്ന് മുമ്പ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരാതൊന്ന് കണ്ടേക്കണേ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സവാളയാണ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വേണ്ട, എന്നാലും മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി ഫ്ലെയിം വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് ക്യാരറ്റ്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ചേർക്കാം. അതിനുശേഷം പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അതിങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. അതും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു തക്കാളി കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ അത് നല്ലതുപോലെ കുഴഞ്ഞിട്ട് പോകും. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കിതിന് കിട്ടേണ്ടത്. കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മളിതിലേക്ക് തക്കാളി ചേർത്തിട്ടുള്ളതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മോയ്സ്ചർ നമുക്ക് കിട്ടും. അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ഇനി വെള്ളമേ ചേർക്കാൻ പാടില്ല. അങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 70% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. പിന്നെ വേണ്ടത് കെച്ചപ്പാണ്, ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ അതുകൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. വളരെ പെട്ടെന്ന് സ്പീഡിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇത് കാണാൻ എന്തുമാത്രം ഭംഗിയാണോ അത്രയും ഭംഗിയാണ് ഇത് കഴിക്കാനും. ഇനി നമുക്കിതിലേക്ക് വേണ്ട നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് സേമിയ. ഞാനിപ്പോൾ സേമിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നൂഡിൽസ് എടുക്കാം. അപ്പോൾ ഒരു ചെറിയ 1/2 കപ്പ് 1/4 കപ്പ് അളവിലാണ് ഞാൻ സേമിയ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുക്കുന്ന ടൈമിൽ വെള്ളത്തിലൊരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം എല്ലാം മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലുള്ള നൂഡിൽസ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെർമിസെല്ലി ആണെന്നുണ്ടെങ്കിലും അതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡിലുള്ള സ്പാച്ചില ഉണ്ടല്ലോ, അതിൻ്റെ പുറകുവശം കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് നമുക്കിങ്ങനെ അങ്ങനെ പൊടിഞ്ഞു പോയി ഒന്നും ചെയ്യാതെ അത് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. വളരെ എളുപ്പത്തിൽ മിക്സാക്കി എടുക്കാനും പറ്റും. ഇനി നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ വെർമിസെല്ലി വേവിച്ചെടുത്ത ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസിലെല്ലാം ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇതിപ്പോൾ 1 മിനിറ്റ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലെ ആ മസാലകളൊക്കെ നന്നായിട്ട് വെർമിസെല്ലിയിൽ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ചൂടോടെ തന്നെ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കണം. കാരണം നമ്മളിത് പിന്നീട് കമഴ്ത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൗളിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മഞ്ഞ കളറൊക്കെ നമുക്ക് ഈ മുട്ടയിൽ കിട്ടും. കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കാം.
ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ നമ്മളൊന്ന് ചെറുതായിട്ട് ഓയിലൊന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ ഈ പാലാടയൊക്കെ ചുറ്റിച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. നിങ്ങൾക്കറിയാലോ, മുട്ട വെന്തിട്ട് കിട്ടാനായിട്ട് 1 മിനിറ്റ് കൂടി വേണ്ട. അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമ്മൾ കൈവച്ച് ഇളക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഇളകി വരും. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സേമിയ ബിരിയാണി എല്ലാം ഇപ്പം നല്ലതുപോലെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്കിത് കമഴ്ത്തി എടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷം അത് തിരിച്ചു കൊടുത്താൽ മതിയാവും. ഈസി ആയിട്ട് നമുക്കതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ആ മുട്ട കംപ്ലീറ്റ് നമ്മുടെ ഈ സേമിയ ബിരിയാണിക്ക് അകത്തേക്ക് മടക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടം എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പെല്ലാം ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഇത് കാണുമ്പോഴുള്ള ആ ഒരു പ്രത്യേകത കൊണ്ട് അവർ സൂപ്പറായിട്ട് അത് കഴിച്ചോളും. കാണാൻ ഇത് എന്ത് മാത്രം ഭംഗിയാണോ അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നൂഡിൽസും മാഗിയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇരട്ടി ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.